ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വ്ലോഗാണ്. അപ്പോൾ ഇന്ന് ബ്രെഡ് ദോശയും ബ്രെഡ് ഊത്തപ്പവുമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സൈഡായിട്ട് ചട്നി ഉണ്ട്, അതുപോലെ പൊട്ടറ്റോ മസാലയുണ്ട്. നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു മോർണിംഗ് ആണ്. അപ്പോൾ ഞാൻ പൊട്ടറ്റോ മസാലയ്ക്ക് വേണ്ടിയിട്ട് 3 ഉരുളൻകിഴങ്ങ് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെളുത്ത തേങ്ങാ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് കുറച്ച് കടലപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പം ഓൾറെഡി റോസ്റ്റഡ് ആണെങ്കിൽ പോലും നമ്മൾ അരയ്ക്കുന്നതിന് കുറച്ച് മുന്നേ ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം ലിസ്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അത് കാണാൻ മറക്കരുത്. റോസ്റ്റ് ചെയ്ത് ഒരുപാടങ്ങ് ബ്രൗൺ കളറൊന്നും ആക്കണ്ട, നന്നായിട്ടൊന്ന് ചൂടായി വന്നേച്ചാൽ മതി. ഇതിനി നമ്മൾ ചൂടാറി കഴിഞ്ഞിട്ട് മാത്രമേ അരയ്ക്കാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് തന്നെയാണ് ഇട്ട് വയ്ക്കുന്നത്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കൊച്ചുള്ളി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഞാനൊരു 4 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ നാടൻ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ സവാള അരയ്ക്കരുത്, പകരം കൊച്ചുള്ളി തന്നെ അരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ എത്ര ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് തേങ്ങ ഇടുക. അപ്പോൾ ഈ കടലപ്പരിപ്പിൻ്റെ ക്വാണ്ടിറ്റി കൂടിപ്പോകരുത്, ഒരുപാട് അങ്ങ് കുറുകുറാന്നായി പോകും ചട്നി. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടീസ്പൂൺ കടലപ്പരിപ്പ് എടുത്തിട്ടുള്ളൂ. പിന്നെ 1 കപ്പ് തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇഞ്ചിയുടെ ഒരു ടേസ്റ്റ് ഈ ഒരു ചമ്മന്തിക്ക് നല്ലതായിരിക്കും. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം നമ്മൾ അരച്ച് തുടങ്ങുമ്പം തന്നെ ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ചമ്മന്തിക്കും പിന്നെ ഞാൻ കാര ചട്നി ഉണ്ടാക്കുന്നുണ്ട്. രണ്ടിനും കൂടെ ഒന്നിച്ചാണ് കടുക് വറുത്തെടുക്കുന്നത്. ഇപ്പം ജസ്റ്റ് ഇതൊന്ന് ഉപ്പൊക്കെ ചേർത്തിട്ട് നമുക്ക് കലക്കി മിക്സ് ചെയ്തൊന്ന് വയ്ക്കാം. കാരച്ചട്നിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള, ഒരുപാട് വലുതുമല്ല ഏറ്റവും ചെറിയതുമായിട്ടല്ല, ഒരു മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചട്നിക്ക് നമുക്ക് കൊച്ചുള്ളി വേണമെന്നില്ല, സവാള ചേർത്താലും മതി. പിന്നെ ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കുക. ഞാൻ ഇതിനും 1 കപ്പ് തേങ്ങ തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1 വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന വലിയ വെളുത്തുള്ളിയാണ്. ചെറിയ സൈസ് വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ 2 അല്ലി എടുക്കാം. ഇതിപ്പോൾ 1 വെളുത്തുള്ളിയുടെ ആവശ്യമുള്ളൂ. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് കൂടാൻ പാടില്ല, എന്നാൽ ആ ഒരു ടേസ്റ്റ് അറിയുകയും വേണം. ആ ഒരു രീതിയിലാണ് ഈ ഒരു ചട്നി ഉണ്ടാക്കുന്നത്. ഇനി അതിലോട്ട് കുറച്ച് പുളി ചേർത്ത് കൊടുക്കുക. ഒരുപാട് പുളി വേണ്ട, കുറച്ച് പുളി. പിന്നെ കാശ്മീരി മുളകാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എരിവൂടെ വേണം എന്നുണ്ടെങ്കിൽ മറ്റേ മുളക് കൂടെ ചേർക്കാം, എരിവുള്ള മുളക്. ഇതിപ്പം എരിവില്ലാത്ത കളറിന് വേണ്ടിയിട്ടുള്ള മുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി അതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് ശർക്കരയാണ്. ഈ ഒരു പുളിയും മധുരവും എരിവും കൂടെ ചേരുന്നതാണ് കാര ചട്നി. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഓൾറെഡി ഞാൻ ശർക്കര ഇതുപോലെ ഉരുക്കി ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു 2 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനും കൂടെ നമുക്ക് ലാസ്റ്റിൽ കടുക് വറുത്തെടുക്കാം. അപ്പോൾ മധുരം കുറച്ചുകൂടെ ഒന്ന് വേണം, ഞാൻ അതുകൊണ്ട് ഒരു 2 ടീസ്പൂൺ ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ചമ്മന്തിയിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ച് കുറുകിയിരിക്കുന്ന ഒരു ചട്നിയാണ്, അതുകൊണ്ട് ഞാൻ ഇനി ഇതിൽ വെള്ളം ചേർക്കുന്നില്ല. കറക്റ്റ് ആ ഒരു പരുവത്തിൽ തന്നെ എടുക്കുവാണ്. ഇനി നമുക്ക് ഉരുളൻകിഴങ്ങ് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സവോളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ 2 സവോള എടുത്തിരിക്കുന്ന ഒന്ന് നമുക്ക് ബ്രെഡ് ഊത്തപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഉരുളൻകിഴങ്ങ് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ സവോള ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കുവാണ്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ഊത്തപ്പം കൂടെ ഉണ്ടാക്കുന്നുണ്ട്. സെയിം ബാറ്ററിൽ തന്നെ നമ്മൾ ഊത്തപ്പം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ ഒരു പച്ചമുളക് കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നിങ്ങൾക്ക് ക്യാരറ്റൊക്കെ ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ ഒരു കളർഫുള്ളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉരുളൻകിഴങ്ങ് മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലോട്ട് കടുകും ജീരകവും ഇട്ട് പൊട്ടിക്കാം. അത് പൊട്ടിക്കഴിയുമ്പം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, സവോള, കറിവേപ്പില ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറി നല്ലൊരു മൂത്ത മണം വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. നമുക്ക് ഈ സവോളയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അടച്ചു വെച്ചൊന്ന് വേവിക്കുക. അപ്പോഴത്തേൻ്റെ ഉരുളൻകിഴങ്ങ് ചെറുതായിട്ട് ചൂടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് എടുത്ത് കളയാം. അപ്പോൾ ഒരുപാട് തണുത്ത് കഴിഞ്ഞിട്ട് സ്കിൻ എടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് എടുത്ത് കളയാൻ പറ്റത്തില്ല. അപ്പോൾ ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം. ഒരുപാടങ്ങ് പൊടിച്ച് പേസ്റ്റ് പോലെ ആക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതേ നന്നായിട്ട് വെള്ളമൊക്കെ തിളച്ച സവോളയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഇതൊരു ഗ്രേവി പോലുള്ള ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. പക്ഷേ നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയമിലോട്ടാക്കിയിട്ട് ഇത് കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. എന്നാലേ ആ ഒരു കറക്റ്റ് ഉരുളൻകിഴങ്ങ് മസാലയുടെ പരുവത്തിലോട്ട് വരത്തുള്ളൂ. ഇപ്പോൾ അതാണ് കറക്റ്റ് ആ ഒരു പരുവായിട്ടുണ്ട്. ഇനി ഇത് ഇരുന്ന് കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആയിക്കോളൂ. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ബ്രെഡ് ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കുക. അപ്പോൾ ഏറ്റവും ലാസ്റ്റിൽ നമ്മൾ ഉണ്ടാക്കിയാൽ മതി ബ്രെഡ് ദോശയുടെ ബാറ്റർ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഫെർമെൻറ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അരച്ച് റെഡിയാക്കി അപ്പം തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് അത് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിവിടെ ഒരു 7 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി സൈഡ് കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ദോശയുടെ കളറിനൊരു വ്യത്യാസം ഉണ്ടാവും, അത്രയും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 7 സ്ലൈസ് ബ്രെഡ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വറുത്ത റവ തന്നെയാണ് 1 കപ്പ്. പിന്നെ 1/2 കപ്പ് തൈര് കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പുളിയുള്ള തൈരൊക്കെ ആണെങ്കിൽ 1/4 കപ്പൊക്കെ ചേർത്താൽ മതി. ഇനി അതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന 1.5 കപ്പ് ചൂടുവെള്ളമാണ്. തണുത്ത വെള്ളം ചേർക്കരുത്, ചെറിയ ചൂടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരയ്ക്കുന്ന സമയത്ത് റവ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പം നല്ല കട്ടയായിട്ട് ഇരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം
അരച്ചെടുക്കാൻ. അപ്പോൾ ഈ 1.5 കപ്പ് വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ചെറിയ ചൂടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി അതിലോട്ടൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇത് ദോശയുടെ ഒരു ബാറ്ററിനനുസരിച്ചുള്ള രീതിയിൽ വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരുപാട് കട്ടിയായിട്ടുള്ള മാവല്ല വേണ്ടേ, കുറച്ച് ലൂസായിട്ടുള്ള മാവ് തന്നെയാണ്. എന്നാൽ നീർദോശയുടെ അത്രയും ലൂസായിട്ട് എടുക്കണ്ട, ഒരു കറക്റ്റ് ഒരു മീഡിയം പരുവത്തിലുള്ള ബാറ്ററായിട്ട് എടുക്കുക. അപ്പോൾ വെള്ളം ചേർക്കുമ്പം തിളച്ച വെള്ളമല്ല, ചെറിയ ചൂടുള്ള വെള്ളമാണ് ചേർക്കേണ്ടത്. ഒരുപാട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ചേർത്ത് കൊടുക്കരുത്. ഇനി അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ബാറ്റർ നമുക്ക് ഫെർമെൻറ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ദോശ ചുട്ടെടുക്കാൻ പറ്റും. നമുക്ക് പാനിൽ നെയ്യോ നല്ലെണ്ണയോ എന്തോ ചേർക്കുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാരണ ദോശ ഇടുന്ന പോലെ ചുട്ടെടുക്കുക. ഇനി നമ്മുടെ പാൻ ഒരുപാട് ചൂടാണെങ്കിൽ ഈ മാവ് അതിൽ ശരിക്കും ഒട്ടിപ്പിടിക്കത്തില്ല. നമ്മൾ ഈ തവി വെച്ച് സ്പ്രെഡ് ചെയ്യുമ്പം കൂടെ ഇളകി വരും. അപ്പോൾ ഒരു മീഡിയം ചൂടിലായിരിക്കണം. ടെമ്പറേച്ചർ കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തളിച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇപ്പം ഞാൻ സൈഡിൽ അതിൻ്റെ നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നല്ലെണ്ണയാണ് ഒഴിക്കുന്നത് ഇഷ്ടമെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വളരെ തിന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ദോശയാണ് ബ്രെഡ് ദോശ. ഇനി നല്ല ശ്രദ്ധിച്ചിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും, ഒരുപാട് സമയമൊന്നും ഇല്ല, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു ദോശയാണ്. ഇതേ നമ്മുടെ ബ്രെഡ് ദോശ റെഡിയായി, കണ്ടോ? നല്ല കനം കുറഞ്ഞ ദോശ നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ തന്നെ കട്ടിയായിട്ടൊരു ദോശയോട് ഉണ്ടാക്കി നോക്കാം, അതായത് ഊത്തപ്പത്തിൻ്റെ പരുവത്തിലുള്ള. അപ്പോൾ ഞാൻ ഒരു തവി മാവ് അതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും അതുപോലെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ മുകളിലും നിങ്ങൾക്ക് നെയ്യോ നല്ലെണ്ണയോ എന്തെങ്കിലും ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരു സൈഡൊന്നും ആയിട്ടുണ്ട്, നമുക്ക് തിരിച്ചിട്ടിട്ട് ചുട്ടെടുക്കാം. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടും എന്നാൽ നല്ല തിന്നായിട്ടും രണ്ട് രീതിയിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ ബ്രെഡ് വെച്ച് ഉണ്ടാക്കുന്ന ദോശ. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡായിട്ട് ഈ ഒരു പൊട്ടാറ്റോ മസാലയും 2 ചട്നിയും കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല തിന്നായിട്ടുള്ള ദോശയുണ്ട്, ഊത്തപ്പമുണ്ട്, കാര ചട്നിയുണ്ട്, അതുപോലെ നമ്മുടെ തേങ്ങാ ചമ്മന്തിയും ഉണ്ട്, പിന്നെ ഉരുളൻകിഴങ്ങ് മസാലയും. അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. മാത്രമല്ല ഒരു വെറൈറ്റിയാണ്. നമുക്ക് അരി ഉഴുന്നും അരച്ചിട്ടൊന്നും ഇല്ല, എന്നാൽ കുറച്ച് ലെഫ്റ്റ് ഓവർ ബ്രെഡ് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ദോശയാണിത്. അപ്പം നല്ല സോഫ്റ്റുമാണ്, എന്നാൽ നല്ല ക്രിസ്പി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. രണ്ട് രീതിയിലും നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറും ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻസിൽ പോസ്റ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.